സംഭവിച്ചാൽ അതിനുശേഷം പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് ലോണാക്കും, അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സ്റ്റോറി തുടങ്ങണത് എങ്ങനെയാണ്, ഇതിങ്ങനെ സ്റ്റോറി പുരോഗമിക്കണത് എങ്ങനെയാണ്, ഇതെല്ലാം 10 ദിവസം കടലിൻ്റെ മീതെ സ്നേഹത്തോടെ യാത്ര ചെയ്ത പോലുള്ള ഉടമ്പടി യാത്രയാണ് ഈ സംഭവം. അത് ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മാതാവ് ഇവരോട് പറയും, കമ്മ്യൂണിക്കേഷൻ മാതാവ് പറയും, നീ ചെന്ന ആ കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ പറയും. കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ. എന്നിട്ട് ഇവിടെ മാതാവ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ബാങ്കിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ 15,000 രൂപയെ അടച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കടമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ എന്താ മാനേജർ ചോദിക്കും, എന്തിനാ വന്നത്? അതാ പട്ടയം തിരിച്ചു തരാം. ആ തരാവേ, ആ മൊത്തം കാശ് അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചമ്മി പോകും. അപ്പോൾ മാതാവ് ഞാൻ ചമ്മിയല്ല, നീ പറഞ്ഞിട്ട് അത് പറഞ്ഞോളൂ ശരിയാണല്ല, പൈസ നടക്കാതെ ഇങ്ങനെ പട്ടണം തന്നെ. ഇവള് മാനേജറിൻ്റെ പട്ടം ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാനേജർ വിളിക്കുകയും പറയും, ആ കുഴപ്പമില്ല പട്ടയം കൊണ്ടുപോയി കൊള്ളാൻ പറയും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലക്ക് മരവിപ്പിച്ചു പോകും. ശരിയാ സംഭവം. ഉടനെ മാനേജർ ഇവർക്ക് പട്ടയം കൊടുക്കും. അതായത് നമ്മൾ ഉടമ്പടി വിഹിതമായിട്ട് ഇവളോടാണ് പറഞ്ഞിരിക്കണത്, പോയി പട്ടയം മേടിച്ചോളാം, പൈസ അടച്ചിട്ടില്ല. ആദ്യം ഈ പട്ടയം അടക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യനാണ് നീയെങ്കിലും നീ അനുഭവിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ പോലും അസാധാരണമായിട്ടാണ് ഉടമ്പടി ദൈവം ഇടപെടണത്. കൈ ഇടിച്ചു സുഖണ്ടേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി, ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് വിശ്വാസവും സംശയവും ഒരുമിച്ച് വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? വിശ്വാസം കുറഞ്ഞാൽ സംശയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യണോ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? ഈ പത്രോസ് ആദ്യം ഈ ആക്ഷൻ കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരിലുള്ള? യേശുവിലുള്ള സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ എല്ലാം നടക്കണ ഇതാണ്. ഈ ഉടമ്പടിയിൽ ആൾക്കാർ ഹാർവസ്റ്റ് ചെയ്യുന്ന എല്ലാം വലിയ സ്നേഹിതന്മാരുമാണ് ദൈവത്തിൻ്റെ ഹാർവസ്റ്റ് ചെയ്യണത്. അത് കെസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെസിയുടെ അപ്പൻ ജോലിക്ക് പോകും, പഴയതുപോലെ ആവും. പഴയതുപോലെ ആയി കുറച്ച് കാലം കഴിയുമ്പോൾ കെസിയുടെ കുഞ്ഞിനെ അതിനെ ഉടമ്പടിയിലുള്ളതാണത് ആ വിഷയം. അതാണ് ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം. ആ കൊച്ചു നിരങ്ങണില്ല, നിൽക്കണില്ല, നടക്കണില്ല. അപ്പോൾ നിരങ്ങത്തുമില്ല, നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കൊച്ച് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് നടക്കണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൊച്ചിനൊരു മാറ്റമില്ല. പക്ഷേ കൊച്ചിന് മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഉഴപ്പണില്ല. പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം അതാണ്. അവർ ഉടമ്പടി വെച്ച കാര്യത്തിന് നീക്കുപോക്കില്ലെങ്കിൽ ദൈവം പോലും അറിയാത്ത രീതിയിൽ ഇവർ ന്യൂട്രായിട്ട് ഉടമ്പടി ചവിട്ടി പിടിക്കും. ഒന്നെങ്കിൽ രാവിലെ കൊടുക്കേണ്ട ഉടമ്പടി വെയിൽ താറട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ പത്രം കൊടുക്കേണ്ടതാണ്. ചില ആൾക്കാർ വെയിലത്താണെങ്കിലും പത്രം കൊടുക്കും. ചില ആൾക്കാർ പറയും വെയിൽ താറട്ടെന്ന് പറയും. വെയിലും താറട്ടുമ്പോൾ ഞങ്ങളുടെ പത്രം ആറ്റിക്കൊണ്ടങ്ങനെ ഇരുന്നപ്പോൾ പറയുമ്പോൾ അപ്പോൾ വെയിൽ താറും. അപ്പോൾ ആരെങ്കിലും കൂടെ കൂട്ട് വരട്ടെന്ന് പറയും. ഇങ്ങനെ വാദപ്പനിക്കാർ ഒത്തിരി പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട്.
അപ്പം ദൈവത്തെ അറിയാമല്ലോ, ഇതിൻ്റെ അകത്തെല്ലാം സ്നേഹം അളക്കപ്പെടും. ചില ആൾക്കാർ വെയിലെങ്കിൽ വെയിൽ, കർത്താവിൻ്റെ ജോലിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറി കൊടുക്കും. ഇവരാണ് ഹാർവെസ്റ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. കാര്യം നമ്മളുടെ സൗകര്യവും തഞ്ചവും താളവും ഒക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉടമ്പടിനെ ചവിട്ടി പിടിക്കും, താത്തി കൊണ്ടുവരും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട്, ദൈവത്തോടുള്ള വിഷയം, അത് ചെയ്താൽ മതിയല്ല, എപ്പോഴാലും ചെയ്താൽ മതിയല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തോട് സ്നേഹം തീഷ്ണമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടും മഴയും വെയിലും ഒന്നും നോക്കാതെ, ഇപ്പം ചിലരില്ല ഞായറാഴ്ച കുർബാനയ്ക്കില്ലേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എലി മാളത്തിൽ നിന്ന് പുറത്ത് പറന്ന് മേഘത്തോട്ട് നോക്കണ പോലെ നോക്കും, പുറത്തേക്ക് പിന്നെയും കുടയും പിടിച്ച് വരും, പുറത്തോട്ട് നോക്കും, പിന്നെ പോകാമെന്ന് നിൽക്കും, മഴ തോരട്ടെ എന്ന് പറയും. ഇങ്ങനെ തോർന്ന് അവരുടെ ഉദ്ദേശം എന്താ? മഴ തോർന്ന അനുസരിച്ചുകൊണ്ട് അവിടെ പ്രസംഗം തീരും, അപ്പം എത്താം. അതാണ് ഉദ്ദേശിക്കണത്. മഴയാണെന്ന് നമ്മൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കുഴപ്പമില്ല. എന്താണ്? മഴയത് കൊണ്ടല്ലേ പോണത്, കുടയില്ലല്ലോ. അപ്പം അതുകൊണ്ട്, പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം മഴ പമ്മുന്നനുസരിച്ചിട്ട് അവിടെ പ്രസംഗം കുർബാനൊക്കെ പോയെന്നുമായി മൊത്തം അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട. ഈ കള്ളക്കളികളെല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് പുറത്ത് വരും. നിങ്ങൾ പണി മേടിക്കണത് നിങ്ങൾ തന്നെ കാരണക്കാരാണേ. നിങ്ങളുടെ തന്നെ കള്ളത്തരങ്ങൾ കാരണമാണ് ഉടമ്പടിയിൽ ലാഗ് ചെയ്ത് പോണത്. എനിക്ക് കാലെ പിടിച്ച് പറയാനുള്ള കാര്യം, ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പിന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തോക്കാതെ നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴാത്ത രീതിയിൽ തീഷ്ണമായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഏത് സാഹചര്യത്തിലും ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് ചാടി പുറത്ത് വീണ്, അപ്പോഴുണ്ട് നിങ്ങളുടെ ട്രിവാൻഡ്രം വണ്ടി നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പിടിച്ചിരുന്ന രീതി വണ്ടി പോയി. അപ്പോൾ ഉടനെ ഡ്രൈവറിൻ്റെ തന്തക്ക് വിളിച്ചിട്ട് അവിടെ നിൽക്കും. നിങ്ങളുടെ ഉടമ്പടി ധ്യാനം എല്ലാം അവിടെ വെച്ച് ഉടയും. നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആരാണെന്നുള്ളത് പുറത്തു വരിക്കണം ആ സാധനം. അങ്ങനെ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? ആ വണ്ടി വിട്ടുപോയി, അതെന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടി കാത്തു നിൽക്കണം. ഞാൻ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കാത്തു നിൽക്കും ഈ വെയിലത്ത്. ആ സംഭവം നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ വരവ് വെച്ച് എഴുതി മാറ്റണം. ഇങ്ങനെയാണ് സ്നേഹത്തെ വളരണത്. പീഡിയ അല്ല, ദൈവൻ്റെ തന്തക്കൾ വിളിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എനിക്കുണ്ടായിരുന്ന ക്ലേശത്തെ, അത് ആരിൽ നിന്നുണ്ടായാലും, വീട്ടിലുണ്ടായാലും വഴിയിലുണ്ടായാലും ഇവിടെ നിന്നുണ്ടായാലും, ക്ലേശമെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നോക്കുമ്പോൾ എന്താണത്? കുരിശാണ്. ക്രിസ്തു കുരിശിനെ എന്ത് ചെയ്തു? അത് മതി. അതായത് ക്ലേശമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടാക്കിയാലും കണ്ടക്ടർ ഉണ്ടാക്കിയാലും വീട്ടുകാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ക്ലേശമെന്ന് പറഞ്ഞ സാധനം എന്താ? ബേസിക്കായിട്ട് അത് കുരിശാണ്. ഈ കുരിശിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചവിട്ടൊടിക്കണേണ് അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കുരിശിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? കുരിശിൻ്റെ ആദ്യ വിശ്വാസം പറഞ്ഞില്ല. അത് ഡ്യൂട്ടിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കുരിശ് എന്ത് ചെയ്യണമെന്നുള്ള അവസാനം പറയും. എന്താണ്? കുരിശ് അപ്പായെ ഏൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണ്? അപ്പായുടെ സ്നേഹം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ മഹത്വപ്പെടട്ടെ. അപ്പ മഹത്വപ്പെടുത്തി കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പ മഹത്വപ്പെടുത്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരുമ്പോഴേ
അതെല്ലാം കൺവേർഷനിലേക്ക് മാറ്റണം. അതെല്ലാം ക്ലേശങ്ങളെല്ലാം സ്നേഹമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ആധ്യാത്മികമായ ഒരു മെറ്റാബോളിസ പ്രക്രിയ അവിടെ നടക്കുന്നത്. ഒരു പചന വ്യവസ്ഥയാണ് നമുക്ക്. ആ പചന വ്യവസ്ഥയിൽ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ ക്ലേശമായിട്ടാണ് നമുക്കതിനെ കിട്ടണത്. നമ്മളതിനെ പാചകം ചെയ്താണ് ക്ലേശങ്ങളെ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മുതലായ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ചേർത്തുകൊണ്ട് ഈ ക്ലേശങ്ങളെ നമ്മൾ ദൈവസ്നേഹത്താൽ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ടാണ് ഇതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, ജീവിത ധർമ്മമാണ്, അതുപോലെ ജീവിത ശൈലിയാണ്. അല്ല ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതിയിട്ട് കെട്ടിത്താത്തിയിട്ട് പോകണമല്ല കേസ് കേട്ട്. അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പ്രക്രിയകൾ, അതിൻ്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഉടമ്പടിയുടെ പ്രക്രിയയുണ്ട്, അതിൻ്റെ ജീവിത രീതികളുണ്ട്, അതിൻ്റെ ഒരു ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനാണെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീത് നടക്കാനുള്ള അവകാശമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഡോക്ടർ കെസ്യയോട് പറഞ്ഞു, ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അതാണ്. പക്ഷേ പിറ്റേ ദിവസം ദിവ്യകാരുണ്യനാഥനെ നിത്യാരാധനയിൽ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യകാരുണ്യനാഥനെ കാണുമ്പോൾ കെസ്യ പറയും, ഞാൻ ഉടമ്പടിയുടെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. ആ ഒരു ഡയലോഗിൻ്റെ പോക്ക്, കമ്മ്യൂണിക്കേഷൻ പോക്ക് കണ്ട, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട. ഈശോനെ ദിവ്യകാരുണ്യനാഥനെ കണ്ടപ്പോൾ കെസ്യ ചോദിക്കുന്നത് എന്താണ്? ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി എടുത്തായിരുന്നു, ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, അവളുടെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നീട് ഇവൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കും, ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കണേ, എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രാർത്ഥനയുടെ രീതി കണ്ട. പുറത്തിറങ്ങുമ്പോൾ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞു കിടക്കും. മഴവില്ലെന്താണ്? ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില്ല്. എന്താണ്? ഞാനത് ഓർക്കുന്നുണ്ടെന്ന്. അപ്പം കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 29:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ഈ സാക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ. കെസ്യ കണ്ടമാലി, അതായത് ഇവൾ പറയുന്ന രീതികൾ എന്താണ്? അവസാനം ചോദിക്കുന്നതാണ്. എന്താണ്? എത്രയോ മനുഷ്യർ ഉടമ്പടി എടുക്കുന്നതാണ്. കെസ്യയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അതും ദിവ്യകാരുണ്യ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടാകണം, ഈശോയോട് എന്ത് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ്, പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില്ല് ഒരറ്റം തൊട്ട് മേഘത്തെ നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് എന്താ പറയുന്നത്? എന്താണ്? ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ്, ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ്. ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി 9:16 അനുസരിച്ച് കൊണ്ട് ഈ മഴവില്ലും മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ നിനക്കും
എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുമെന്ന്. ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ച് എഴുന്നേറ്റ് നടക്കുന്നതാണ്. ഇത് കഥ മാത്രമല്ലല്ലോ, കൊച്ചെഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ. അത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് തൽക്കാലം നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണമെന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണം. അതുകൊണ്ടാണ് അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം, നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ്, ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് കെസിയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാനും ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കേണ്ടത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിള് ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യാനുഭവം, ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ, വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞുമൊക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല.
ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ, ഈ പ്രഭുത്വ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷ്ട വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക.